1969 നടന്ന മൂൺ ലാൻഡിംഗ് ഫേക്ക് ആണെന്ന് പറഞ്ഞൊരു തിയറി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? ഇന്ന് ആ തിയറിനെ സംബന്ധിച്ച് പശ്ചാത്തലത്തിൽ ഒരു സിനിമയുണ്ട്. ആ സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമ നടക്കുന്നത് ഒരു 1960 കാലഘട്ടത്തിലാണ്. സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് സ്കാർലറ്റ് ജൊഹാൻസയും പിന്നെ മറ്റേ ആളുടെ പേര് ചാനിങ് ടത്തും. പുള്ളീനെ സിനിമയിലൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ആ നെയിം അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ അദ്ദേഹവും കൂടാണ് ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. ഇതിനകത്ത് സ്കാർലറ്റിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഒരു PR മാനേജറാണ്. ഒരു ഫേമസ് അഡ്വർടൈസിങ് കമ്പനിക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആളെ നാസ ഹയർ ചെയ്തേക്കാണ് ഈ മൂൺ ലാൻഡിങ്ങിന് നല്ല മാർക്കറ്റിംഗ് കൊടുക്കാൻ, ടെലിവിഷൻ റീച്ച് കൊടുക്കാൻ, ന്യൂസ് പേപ്പർ റീച്ച് കൊടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ. അപ്പം മാർക്കറ്റിങ്ങിൽ പുള്ളിക്കാരി ഒരു ജീനിയസ് ആണ് സിനിമയ്ക്കകത്ത്. ഇതിനകത്ത് തത്വം ചെയ്തേക്കുന്ന റോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളി നാസേൻ്റെ റോക്കറ്റ്സിൻ്റെ ഇതിൻ്റെ പറത്താനുള്ളതിൻ്റെ ആളുടെ ഹെഡാണ്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ സിനിമ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റഷ്യ, അമേരിക്ക, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂണിലോട്ട് റോക്കറ്റ് വിടാൻ വേണ്ടി. അപ്പോൾ അമേരിക്ക എങ്ങനെയും ഒന്ന് ചെയ്യണമെന്ന് പറയുന്നു. അമേരിക്കയ്ക്കാണെങ്കിൽ ഫണ്ടിങ്ങിന് ആ സമയത്ത് ഇഷ്യൂ ഉണ്ട്. ആ സമയത്ത് വിയറ്റ്നാം വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക കുറേയൊക്കെ ഫണ്ട് വിയറ്റ്നാം വാറിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ PR എക്സ്പേർട്ടായ സ്കാർലറ്റിൻ്റെ ക്യാരക്ടർ വന്ന് കുറേ കളിയൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കളിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോളോ 11 മൂണിലോട്ട് യാത്രയാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് നാസയുടെ അടുത്ത് വന്നിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ ആരാന്നൊന്നും അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഒരു സിനിമയാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങളാവും. അതുകൊണ്ട് തന്നെ അവരത്ര ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ആളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ആൾ വരുന്നു, സംസാരിക്കുന്നു, പറയുന്നു ഈ റോക്കറ്റ് എങ്ങാണ് മൂണിൽ ലാൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ലാൻഡ് ആയില്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ? ആളുകളൊക്കെ TV ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ സിനിമ പോട്ടെ, ഈ റോക്കറ്റ് എത്തും എന്നും പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നു. ഒമേഗ, അതേപോലെ കെലോഗ്സ്, അങ്ങനെ പല കമ്പനികളുടെ കയ്യിൽ നിന്ന് നമ്മൾ അതിൻ്റെയൊക്കെ അഡ്വർടൈസിങ്ങിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചേക്കുന്നു. ഇത് മൂണിൽ ചെന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ ഒരു ഫേക്ക് മൂൺ ലാൻഡിങ് ക്രിയേറ്റ് ചെയ്യാം, ഷൂട്ട് ചെയ്ത് വെക്കാം. എങ്ങാനും നമ്മുടെ മൂണിൽ ചെന്നില്ല, ഫേക്കായി ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫേക്ക് വീഡിയോ കാണിച്ച് ആളുകളെ പറ്റിക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുവന്നത്. ഇനി മുന്നോട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ സിനിമ ടോട്ടലി ഒരു ഫിക്ഷൻ മൂവിയാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ റിയലാണ്. അതായത് ഉപയോഗിച്ചേക്കുന്ന പേരുകൾ, ആസ്ട്രോണറ്റ്സിൻ്റെ പേരുകൾ, റോക്കറ്റിൻ്റെ പേര്, ഇതെല്ലാം റിയലാണ്. പക്ഷേ ഈ സ്കാർലറ്റിൻ്റെ ക്യാരക്ടർ, അതേപോലെ തത്വൻ്റെ ക്യാരക്ടർ, ഇതെല്ലാം ഫിക്ഷൻ ക്യാരക്ടേഴ്സാണ്. സിനിമയിൽ ഈ മൂൺ ലാൻഡിങ് റീക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് പരിപാടി വരെ ഫിക്ഷനാണ്. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് പറയാം. അപ്പോൾ അവരെങ്ങനെ ഒരു ഫേക്കായിട്ടൊരു വലിയൊരു ഗോഡൗണിനകത്ത് അവർ ഫേക്കായിട്ട് മണ്ണൊക്കെ ഇടുന്നു. ഒരു ഡയറക്ടറിനെ നമ്മുടെ സ്കാർലറ്റ് കൊണ്ടുവരുന്നു. പുള്ളിയാണെങ്കിൽ കുബ്രിക്കിനെ മാതിരി ഭയങ്കര സംഭവമാണ്. പുള്ളി എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് നല്ല ആക്ടേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഭയങ്കര സ്റ്റൈലാണ്. പക്ഷേ പുള്ളി നല്ല രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഒരു വലിയ നല്ല സെറ്റൊക്കെ ഇട്ട് അവർ ഈ ശരിക്കുള്ള നാസേൻ്റെ ഓഫീസിൽ പോയിട്ട് എങ്ങനെയാണ് ആ റോക്കറ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലാൻഡിങ് വെഹിക്കിൾ എങ്ങനെയല്ലേ പറയുന്നത്, എനിക്ക് അത്ര നിശ്ചയമില്ല. പക്ഷേ ലാൻഡിങ് വെഹിക്കിൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതൊക്കെ അങ്ങനെ കോപ്പി അടിച്ച് റെഡിയാക്കി അവരൊരു ഫേക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ ഫേക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ബാക്കി കഥയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഒത്തിരി സ്പോയിലർ പറഞ്ഞ സിനിമ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ അത് വരെ ഉണ്ട്. ഇനി നമുക്കിതിനകത്ത് തിയറീനെ പറ്റി സംസാരിക്കാം. ഈ സിനിമയിൽ ഇവർ ഈ ഫേക്ക് ചെയ്തു എന്ന് പറയുന്ന സംഭവം നമ്മൾ പലരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഇപ്പോഴാണെങ്കിലും എല്ലാം കേൾക്കുന്നുണ്ട്, ഈ മൂൺ ലാൻഡിങ് ഫേക്ക് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവർ ശരിക്കും ലാൻഡ് ചെയ്തു എന്ന് തന്നെയാണ് ക്ലെയിം ചെയ്യുന്നത്. 1969 മൂണിൽ ആദ്യത്തെ മനുഷ്യനായ നീൽ ആംസ്ട്രോങ് കാലുകുത്തിയത്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാം. അപ്പോൾ അന്ന് അത് എങ്ങനെയാണ് ആ വീഡിയോ വന്നത്, എന്തുകൊണ്ടാണ് ആ വീഡിയോ വന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് ശരിക്കും സിനിമയിൽ പറയുന്നത് എക്സാക്ട്ലി അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അതോ ഞാൻ ഉദ്ദേശിച്ചത് അത് അത്ര കറക്റ്റ് ഒറിജിനൽ ടു റിയൽ സ്റ്റോറി ആണോ എന്ന് അറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ ആ വീഡിയോ എങ്ങനെയാണ് ശരിക്കും ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവർ ക്യാമറ റോക്കറ്റിൽ വെക്കാൻ അതും ആ കാലത്ത് തീരുമാനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. ഈ നിങ്ങൾ ഇപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ്. ഈ സിനിമയുടെ പേര് ഫ്ലൈ മീ ടു മൂൺ. ഈ സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ ടി വിയിലുണ്ട്, അല്ലാതെ പല സോഴ്സുകളിലും ഉണ്ട്. ഡോൾബി അറ്റ്മോസിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കാൻ പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. നല്ല സൗണ്ട് എഫക്റ്റിൽ നല്ല സ്ക്രീനിൽ കാണുക. ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് മൂവിയാണ്. നിങ്ങളൊരു ഫിക്ഷൻ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ഹിസ്റ്ററി ഫിക്ഷനാണ്, കുറേ ഇൻഫോസ് കിട്ടുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തത്. ഈ മൂവി ഞാൻ ഒരു ഗോൾഡ് ലിസ്റ്റിലിടും. നിങ്ങളൊരു ഡേറ്റ് നൈറ്റ് കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒത്തിരുന്ന് കാണുകയാണെങ്കിലും, ചുമ്മാ സമയം പോക്കാനായിട്ട് കാണുവാണെങ്കിലും ഇതൊരു നല്ല സിനിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് മൂവി ഗോസ് ടു ഗോൾഡ് ലിസ്റ്റ്.